എങ്കിലും നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് കുഞ്ഞിലേക്ക് പാസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കാൻ പറ്റുള്ളൂ. പാരന്റിങ് എങ്ങും പഠിപ്പിക്കുന്നില്ല. ഇന്ന് സത്യത്തിൽ നടക്കാൻ പോകാനുള്ള സമയം ഇല്ല ഒട്ടും. 6:20 എനിക്കുള്ള ബസ് എറണാകുളത്തിന് അടൂർ എന്നുള്ള. ഇപ്പം 4:53 അപ്പം നമ്മൾ പെട്ടെന്ന് നടന്നു വന്നിട്ട് എനിക്ക് ഫ്രഷ് ആവണം. ഫ്രഷ് ആയിട്ട് വേണം എനിക്ക് നേരെ അടൂരിന് പോകാൻ. പെട്ടെന്ന് നടക്കുക, പെട്ടെന്ന് വരിക. ഇന്ന് നമ്മൾ ഒത്തിരി ദൂരമൊന്നും പോകുന്നില്ല. ഇന്നത്തെ ഒരു ദിവസം ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ നടക്കാറിറങ്ങിയതാണ്. ഓക്കെ, നീ എന്തായാലും ഞാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകത്തില്ലല്ലോ. ഈ തിങ്കളിനെയാണോ തേഞ്ഞു പോയ തിങ്കളെന്ന് പറഞ്ഞു? തേഞ്ഞു പോയ തിങ്കളെ. എന്ത് തേങ്ങ നീ പറയുന്നേ? കണ്ടോ, ആ തിങ്കൾ ഇന്നലെ ഉള്ളതിനേക്കാളും തേഞ്ഞില്ലേ ഇന്ന്? നിന്റെ തലയ്ക്ക് മുകളിൽ പൗർണമി. എന്റെ തലയ്ക്കകത്തും പൗർണമി. ഒത്തിരി ഉണ്ട്, ഒത്തിരി. വല്ല കമ്പ് കൊണ്ട് വരണ്ടായിരുന്നില്ല. അതുകൊണ്ടല്ല, അവിടെ വെട്ടം പോലും ഇല്ല ആ പോസ്റ്റില്. ഇല്ല, കടകളും തുറന്നിട്ടില്ല. വളരെ നേരത്തെ വന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇന്ന് അധികം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അധികം ദൂരം പോകുന്നില്ല. എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്? ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അമ്മക്കുട്ടി, ആസ് എ പേരന്റ് എന്ന നിലയിലേ ഒരു കുഞ്ഞിന് അതിൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഒരു പേരന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കുറേ ട്രോമാസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ മുന്നേ ഉള്ള ജനറേഷനിൽ കിട്ടിയിരിക്കുന്നത്. അത് ട്രോമാസ് ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ലെവലിലേക്ക് അഡൾട്ട് ആയതിനു ശേഷമാണ് നമ്മൾ പേരന്റ് എന്നുള്ള രീതിയിലേക്ക് വളരേണ്ടത്. എന്നാലേ നമുക്ക് ആദ്യം മനസ്സിലാവണം നമ്മൾ ഈ അനുഭവിക്കുന്ന ട്രോമയാണെന്ന് മനസ്സിലാവണ്ടേ. എങ്കിലല്ലേ നമുക്കത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് കുഞ്ഞിലേക്ക് അത് പാസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കാൻ പറ്റുള്ളൂ. ട്രോമാസ് എന്ന് പറയുമ്പോൾ പല സെൻസിലുണ്ട്. നമ്മൾ അവരോട് ഉപയോഗിക്കുന്ന വാക്കുകൾ, ചിലപ്പം നമുക്കും ദേഷ്യം വരും. നമ്മൾ ഇമോഷൻസ് ഉള്ള മനുഷ്യരാണ്. അപ്പോൾ ആ ദേഷ്യം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതി അത് ഭയങ്കര റൂഡാണെങ്കിൽ കുട്ടികളിൽ ഭയങ്കര ട്രോമാറ്റിക്കായിട്ട് മാറാറുണ്ട്. പിന്നെന്താ, അവരെ അഭിസംബോധന ചെയ്യുന്ന ചില കാര്യങ്ങൾ മോശമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കുട്ടി അല്ലെങ്കിൽ വേറെ കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുന്നത്, അവരുടെ മുമ്പിൽ നിന്ന് പേരൻസ് തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നത്, ഒച്ചയെടുത്ത് സംസാരിക്കുന്നത്, അങ്ങനെ പല പല സ്റ്റേജസിൽ കുട്ടികൾക്ക് പല ടൈപ്പ് ഓഫ് ട്രോമാസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കുള്ള കുറേ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മളെ ട്രോമാസ് എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മളൊരു ആസ് എ ഇൻഡിവിജ്വൽ ഒരു കൊച്ചുകുട്ടിയോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് മനസ്സിലാക്കുക. പേരൻറ്റിങ് എങ്ങും പഠിപ്പിക്കുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. പേരൻറ്റിങ്ങും അതേപോലെ ലൈഫ് സ്കിൽസ് നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ടും പേരൻറ്റിങ്ങിനെ പറ്റിയിട്ടും ഒക്കെ ചെറിയൊരു ബേസിക് അവയർനെസ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ആവശ്യക്കാർ പഠിച്ചെടുക്കണതൊക്കെ അല്ലേ. ആരും നിങ്ങളൊന്ന് പഠിക്കുന്ന പറഞ്ഞാൽ കൈ പിടിച്ചോണ്ട് പോകത്തില്ല. സ്വന്തം ട്രോമാസ് എന്താണെന്ന് തിരിച്ചറിയുക, അത് ആദ്യം ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മുടെ കുട്ടികൾക്ക് ഒരിക്കലും കിട്ടാതിരിക്കാൻ നോക്കുക. പെട്ടെന്ന് പോവാ, 5:10 6:20 ബസ്. അങ്ങനെ നമ്മൾ ഡേ 5 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഗായ്സ്.